പിൻട്രസ്റ്റിൽ നിന്ന് അടുത്ത കാർഡും കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 300 GSMൻ്റെ ഒരു പേപ്പർ എടുക്കാം. വാട്ടർ കളർ പേപ്പറാണിത്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തു. ആ പിക്ചറിൽ കൂടുതലും ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. പിന്നെ അത് കുറച്ച് പ്രൊജക്റ്റായി നിൽക്കുന്ന പോലെയായിരുന്നു ആ ഫ്ലവേഴ്സ്. അപ്പോൾ അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെന്നിൻ്റെയോ ഏതെങ്കിലും ഒരു ഇതിൻ്റെ പെൻസിലിൻ്റെയോ ഒക്കെ ഒരു ബോട്ടം പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ തോന്നും. ഇത് കളർ ഞാൻ യൂസ് ചെയ്യുന്ന ഡൈ കളേഴ്സാണ്. അതിന് ഇങ്ങനെ ഒരു ചെറിയ ബ്രഷ് കിട്ടും ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണിത് ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് കളർ ചെയ്തപ്പോൾ എക്സാക്ട്ലി ആ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അപ്പം തന്നെ ഇത് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തന്നെ സ്വയം ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഏത് കളർ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം എന്നായിരുന്നു. ഡാർക്ക് ബ്ലൂ വെക്കണോ ലൈറ്റ് ബ്ലൂ വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാൻ ലൈറ്റ് ബ്ലൂവിൽ ഫൈനലൈസ് ചെയ്തു. എന്നിട്ട് കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഇത് ഒട്ടിച്ച് തുടങ്ങി. ഇത് ഒട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷമ വേണം. പിന്നെ അതുപോലെ തന്നെ അതിൽ കാണുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സമയം വേണ്ടി വന്നു ഇതിങ്ങനെ നോക്കി അതുപോലെ തന്നെ വെക്കാനായിട്ട്. ലീവ്സ് പിന്നെ അതിലുള്ള അതേ എക്സാക്റ്റ് ആ ലീവ്സൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉള്ള ഡൈക്കറ്റ്സ് വെച്ചിട്ടുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലൂ സ്റ്റോൺസ് അതിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുത്തായിരുന്നു. പിന്നെ സ്മൈലെന്ന് അതിൽ എഴുതിയും കൊടുത്തു അതിലത്തെ പോലെ തന്നെ. അപ്പോൾ മൊത്തത്തിൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോയുടെ ഏകദേശം ഒരു ഇതിൽ വന്നിട്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്